ചെറിയ സ്കൂട്ടറുകളിലൊക്കെ ഇതുപോലെ പ്രാക്ടീസിന് ശേഷമാണ് അവർ ഒരു വലിയ ബൈക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഓടിക്കണ്ടേ, ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സാധാരണ ഒരാൾക്ക്, ഒരു സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ മേലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ പലരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിത് പഠിച്ചെടുക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണെന്ന് പൊതുവെ എല്ലാവരും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതലും സ്കൂട്ടർ ഓടിക്കാൻ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാനായിട്ട് അത് പ്രയാസമാകുന്നത്. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ യു മെത്തേഡ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലീവ് ഇൻ യു, അതായത് നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. എന്നെക്കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ 100% വിശ്വസിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് ബിലീവ് ഇൻ യു എന്ന് പറയുന്നത്. അതായത് യു എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ, അതായത് സിമ്പിളായിട്ടുള്ളൊരു യു എന്നുള്ള രീതിയിലാണ് ഞാൻ യു മെത്തേഡ് എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത്. സ്കൂട്ടർ ഓടിച്ച് പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമുക്കിത് ഭയങ്കര ഒരു വലിയൊരു പ്രോസസ്സായി മാറും. ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അത് ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് 100% നിങ്ങൾ ബിലീവ് ചെയ്യുക, നിങ്ങൾക്കിത് ഓടിക്കാൻ പറ്റും, ഈസി ആയിട്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് വിശ്വസിക്കുക. നിങ്ങൾ 50% സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു കാര്യം നിങ്ങൾ തിങ്ക് ചെയ്താൽ തന്നെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിർത്തുക. അവരുടെ ഗൈഡൻസ് പ്രകാരം നിങ്ങൾ ഓടിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു സ്കൂട്ടർ എങ്ങനെ ആദ്യം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്കൂട്ടർ പ്രിഫർ ചെയ്യുക. നമ്മൾ ഓവർ വെയ്റ്റുള്ള സ്കൂട്ടർ തിരഞ്ഞെടുക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓടിക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര വെയ്റ്റുള്ള വണ്ടി വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് പുതിയ വണ്ടി നിങ്ങൾ പ്രിഫർ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊന്ന് മറിഞ്ഞു വീണാലോ ഒക്കെ അത് സ്ക്രാച്ച് ആകുകയോ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പഴയ വണ്ടി നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഓടിക്കാൻ പഠിക്കാനായിട്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ 2 ഗ്ലാസ് സേഫ്റ്റിയുടെ സൈഡ് നോക്കുമ്പോൾ ഇത് ഊരി വെച്ചതിന് ശേഷം നിങ്ങൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ബോൾട്ട് മാത്രം അഴിച്ചാൽ മതി. അത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ സ്പാനർ വെച്ചിട്ട് ഊരിയിട്ട് 2 മിററും ഊരി വെച്ചതിന് ശേഷം മാത്രം സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതിൻ്റെ ഞാനൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പ്രത്യേകം പറയാനായിട്ടുള്ളത്, നിങ്ങൾ AI ക്യാമറയൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൽ പല യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു ഈ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ. അപ്പം അവർ എല്ലാവരും പറയുന്നത് ഹെൽമെറ്റ് വെക്കണം നിർബന്ധമായിട്ട് ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കതിനകത്ത് പേഴ്സണലായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഹെൽമെറ്റ് വെക്കണോ വേണ്ടയോ എന്നുള്ളത് ചോദ്യത്തിൽ നിങ്ങൾ ആദ്യത്തെ സ്കൂട്ടർ പഠിക്കാൻ നേരത്ത് ആദ്യത്തെ 1-2 ദിവസം ഹെൽമെറ്റ് വെക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ അറിയാൻ മേലാത്ത ഒരാൾ ഈ ഹെൽമെറ്റും കൂടെ വെച്ചിട്ട് ഇത് പഠിക്കാൻ പോകുമ്പം ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിത് പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം തലയിലോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷനൊക്കെ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം പുതുതായിട്ട് നമ്മളുടെ ഒരു ബോഡിയിലേക്ക് വരുമ്പം അത് ഒരു ഡിസ്കംഫർട്ടായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു ദിവസം നിങ്ങളെന്തായാലും റോട്ടിലൊന്നും ഇരുന്ന് ഇത് പഠിക്കാൻ പോകരുത്. ഇതുപോലത്തെ ഒരു ഗ്രൗണ്ട് പ്രിഫർ ചെയ്യുക, പുല്ലൊക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു ഗ്രൗണ്ട് പ്രിഫർ ചെയ്യുക, ആളൊഴിഞ്ഞ സ്ഥലം, അവിടെ പഠിക്കുക. നിങ്ങൾ ആ സ്കൂട്ടറൊന്ന് കയ്യിലേക്ക് ഒതുങ്ങിയതിന് ശേഷം, അതായത് സ്കൂട്ടറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായതിന് ശേഷം ഓക്കെ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സമയം അതുമുതൽ നിങ്ങൾക്ക് പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ റൈഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതൊരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ റൈഡിങ് കേസ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം സ്കൂട്ടറും അതുപോലെ ബൈക്കും ഓടിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഓടിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻസും കൂടെ നോക്കിയിട്ട് ഹെൽമെറ്റ് വെക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഡിസൈഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോയിലേക്ക് പോകാം. ഇതിൻ്റെ പാർട്സുകളെ പറ്റി ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആക്സിലറേറ്റർ. അറിയാമല്ലോ, നമ്മൾ ഇത് തിരിച്ച് ചെയ്യുമ്പോഴാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഈ കാണുന്നതും ഇവിടെ കാണുന്നതും ബ്രേക്സ്, അതായത് ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇടത് സൈഡിൽ വരുന്നത് പുറകിലത്തെ ബ്രേക്ക്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ. ബാക്കിയുള്ള ബട്ടണുകളെ നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നില്ല. 4 കാര്യങ്ങളാണ് മനസ്സിലോർത്ത് വയ്ക്കേണ്ടത്. ആക്സിലറേറ്റർ, ബ്രേക്ക്, മുന്നിലത്തെ പുറകിലത്തെ സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഹോൾഡ് ചെയ്യുക. ബാക്കിലെ ബ്രേക്കാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. താക്കോൽ തിരിക്കുക, ഈ സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് മുന്നോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വണ്ടിയുടെ വെയിറ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. പലർക്കും ലേഡീസിനാണെങ്കിലും ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ പൊതുവേ നമുക്ക് ഹെവി വെയിറ്റ് ഉള്ളത് വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് ആദ്യം ഒന്ന് ബാലൻസ് ചെയ്യണം. അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് എണീറ്റ് നിൽക്കുക. ഈ സീറ്റിൻ്റെ ഭാഗം നമ്മളുടെ ഈ കാലിൻ്റെ 2 കാലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണ കിട്ടും. അതിനുശേഷം വണ്ടി ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ തള്ളി മുന്നോട്ട് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ഫുട് പ്ലഗ് മടക്കി വെച്ചതിന് ശേഷം തള്ളുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിവിടെ ഒന്ന് തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തള്ളി വണ്ടിയെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് ഇതിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പ്രാവശ്യം മുന്നോട്ടും പുറകോട്ടും എടുത്ത് വെറുതെ നമ്മൾ സൈക്കിൾ തള്ളിയെടുക്കുന്നത് പോലെ ഒന്ന് ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് ബാലൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് ആദ്യം ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്സിലറേറ്റർ. ഈ ഒരു സാധനമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ച് ആക്സിലറേറ്ററിലാണ് ഫുൾ എൻജിൻ്റെ പ്രവർത്തനവും ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ജമ്പ് ചെയ്തങ്ങ് പോവും, കയ്യിൽ നിൽക്കത്തില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ അമിതമായിട്ട് ആക്സിലറേറ്റർ കൊടുക്കരുത്. അതായത് ഇങ്ങനെ അങ്ങ് തിരിക്കരുത്, ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് തിരിക്കരുത്. വളരെ ലൈറ്റായിട്ടേ തിരിക്കാവുള്ളൂ, ഇത്രയും ഒരല്പം തിരിക്കാവുള്ളൂ. ഈ ആക്സിലറേറ്റർ ഇതുണ്ടോ, ഇത് പ്ലേ എന്ന് പറയും. ഇതിങ്ങനെ കുറച്ചൊന്ന് തിരിയും വെറുതെ. അത് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു പിടുത്തമുണ്ട്. അവിടെ മുതലേ നമുക്ക് വണ്ടിയുടെ പവർ കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകത്തുള്ളൂ. അപ്പം ലൈറ്റായിട്ട് നമ്മൾ തിരിച്ചാൽ മതി. ഒരുപാട് ഇങ്ങനെ അങ്ങ് തിരിക്കരുത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലാണ് വണ്ടി പെട്ടെന്ന് കുതിച്ചു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. അതെപ്പോഴും നിങ്ങൾ വെച്ചിരിക്കുക. കൈ വളരെ ലൈറ്റായിട്ടേ തിരിക്കാവുള്ളൂ, ഒരുപാട് തിരിക്കരുത്. ബ്രേക്കിൽ എപ്പോഴും കൈ വെച്ചിരിക്കണം, ബാക്ക് ബ്രേക്കിൽ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്സിലറേറ്റർ പതിയെ ഒന്ന് തിരിച്ച് ശ്രമിച്ച് നോക്കുക. കണ്ടോ, ഇപ്പോൾ വണ്ടി മൂവ് ആകാൻ തുടങ്ങി. ഇനി നമ്മൾ ലൈറ്റായിട്ട് കൈ കൊടുത്ത് നോക്കാം. ഇവിടം വരെ തിരിച്ചിട്ടും വണ്ടി മൂവ് ചെയ്യുന്നില്ല. അതായത് ഇത് പ്ലേ ആയതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തിരിയുന്ന ഒരു ഏരിയയാണത്. അല്പം കഴിയുമ്പോൾ ഒരു ചെറിയ പിടുത്തം തോന്നും. അവിടെ നിന്ന് നിങ്ങൾ പതിയെ തിരിച്ചു കൊടുക്കുക. കൈക്ക് ചെറിയ പ്രഷർ കൊടുക്കുക. കണ്ടോ, അപ്പോൾ വണ്ടി അല്പം ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്പോടെ തിരിച്ച് കഴിയുമ്പോൾ വണ്ടി മൂവ് ആവും. കണ്ടോ ഇത്രയും ചെയ്താൽ മതി. ബ്രേക്കിൽ ഇടത് കൈയിൽ ഇടത് ബ്രേക്ക് ഹോൾഡ് ചെയ്തിരിക്കുക. പതിയെ ലൈറ്റായിട്ട് പിടിച്ചാൽ മതി. എപ്പോഴും നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കുക. പതിയെ ഈ ഒരു ആക്സിലറേറ്റർ തിരിച്ചു കൊടുക്കുക. കണ്ടോ, ബ്രേക്ക് ചെയ്യുക. വീണ്ടും ബ്രേക്കിൽ നിന്ന് ഇടുക. കൈ പതിയെ തിരിക്കുക. ബ്രേക്ക് ചെയ്യുക. ഇനി വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതേ സംഗതി നിങ്ങൾ ആവർത്തിച്ച് ഒരു അരമണിക്കൂറോളം ചെയ്തു നോക്കുക. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അതിന് ശേഷം മാത്രം ഇപ്പോൾ ഒരു 5 അടി എന്നുള്ളത് നിങ്ങളൊരു 10-15 അടിയാക്കുക. അതുവരെ നിങ്ങൾ ജസ്റ്റ് കാലൊന്നും എടുത്ത് ഇങ്ങനെ വെക്കണ്ട, അല്ലാണ്ട് തന്നെ ജസ്റ്റ് വണ്ടി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ കാല് നിലത്ത് കുത്തിക്കൊണ്ട് പതിയെ മുന്നോട്ട് എടുത്ത് നോക്കുക. ബ്രേക്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്നില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിൽ പിടിച്ചോണം. വേറെ ഒന്നും ആലോചിക്കണ്ട, ഇങ്ങനെ ബ്രേക്കിലങ്ങ് പിടിച്ചോണം. വീണ്ടും കൈ പതിയെ കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇത് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 5 അടി എന്നുള്ളത് 10 അടിയാക്കുക, അല്ലെങ്കിൽ 15 അടിയാക്കുക. പതിയെ കൈ കൊടുക്കുക. കണ്ടല്ലേ, ഇതേപോലെ തന്നെ വീണ്ടും നിങ്ങൾ ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 10 അടി എന്നുള്ളത് മാറി ഒരു 20 അടിയാക്കുക.
കാലെടുക്കണ്ട, പതിയെ കൊടുക്കാവുള്ളൂ. ഇങ്ങനെ നിരക്കി കൊണ്ടുപോകുക പതിയെ. ഒരുപാട് സ്പീഡ് കൊടുക്കണ്ട, വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ 10 അടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു 10-20 അടി നിങ്ങൾ അങ്ങനെ ഓടിച്ച് പ്രാക്ടീസിന് ശേഷം അതിൻ്റെ ദൂരം വീണ്ടും കൂട്ടുക. നമ്മൾ കുറച്ചേറെ ദൂരം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൈ മുന്നോട്ട് പതിയെ കൊടുക്കുന്നു. ഇങ്ങനെ പതിയെ, കാലെടുക്കണ്ട, അല്ലാതെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയി പതിയെ ഓടിച്ചു പോവുക. കാലെടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യമൊക്കെ സൈഡിലേക്കൊക്കെ ചെരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ജസ്റ്റ് വണ്ടിയുടെ പുറകിലൊന്ന് ഹോൾഡ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആരെങ്കിലും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക. കുറച്ചേറെ ദൂരം കാല് കുത്തിക്കൊണ്ട് തന്നെ നിരക്കി മുന്നോട്ട് പതിയെ എടുത്തെടുത്ത് കൊണ്ടുപോവുക. സംഗതി നിങ്ങൾ ധാരാളം ടൈം പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കുന്നത് അതോ ലേറ്റായി പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുള്ളത്. പേടിക്കണ്ട, നിങ്ങൾ പേടി ആദ്യം കളയുക. നമ്മൾ പേടി ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് പ്രയാസമായിരിക്കും. പേടി മാറ്റിയിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്നുള്ളത് ബിലീവ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് ഇതിന് സഹായിക്കും. അത് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു 50 അടി അല്ലെങ്കിൽ 100 അടി അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെറിയൊരു കോൺഫിഡൻസ് വന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ പതിയെ അല്പം കൂടെ സ്പീഡ് കൊടുത്ത് നോക്കുക എത്രത്തോളം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ലൈറ്റായിട്ട് ആദ്യം കൊടുത്ത് പരിശീലിക്കുക. അതിന് ശേഷം അല്പം കൂടെ കൈ കൊടുത്ത് നോക്കുക, കുറച്ചും കൂടെ. ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പതിയെ കുറച്ചും കൂടെ കാലെടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാല് പതിയെ പൊക്കി നോക്കണം. ഇനി വീണ്ടും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അല്പം കൂടെ കൈ കൂട്ടി നോക്കുക. ബ്രേക്ക് ചെയ്യുക. വീണ്ടും നിന്നതിന് ശേഷം വീണ്ടും കൈ കൊടുത്ത് അല്പം കൂടെ ഫാസ്റ്റായിട്ട് ത്രോട്ടിൽ കൊടുക്കാൻ നോക്കുക. ത്രോട്ടിൽ നിന്നാണ് ഇതിനെ നമ്മളല്ലാതെ പറയുന്നത് കേട്ടോ ടെക്നിക്കലി. ഇപ്പം നമ്മൾ ചെയ്തത് രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് അല്പം കൂടെ കൈ കൂടുതലായിട്ട് കൊടുത്തു. അപ്പോൾ വണ്ടിയുടെ പവർ കുറച്ചുകൂടെ കൂടി അല്പം കൂടെ സ്പീഡിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സംഗതി എക്സ്പെർട്ട് ആകുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾ വശത്താക്കിയതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പ്രാക്ടീസായി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്ന ആകുന്ന സമയത്ത് നിങ്ങൾ പതിയെ കാല് ഇതിലേക്ക് വെക്കാനായിട്ട് പൊക്കി എടുത്ത് വെച്ച് നോക്കുക. നിങ്ങൾക്ക് കാല് നിലത്ത് കുത്താതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലെടുത്ത് വെച്ച് നോക്കാവുന്നതാണ്. ഹാൻഡിൽ ബാലൻസ് ആയി എന്ന് തോന്നുന്നതിന് ശേഷം കാല് പതിയെ വെച്ചിട്ട് മുന്നോട്ട് പതിയെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുന്നുണ്ടെന്ന് തോന്നുങ്ങൾ കാല് പതിയെ നിലത്തേക്ക് കുത്തി പതിയെ വീണ്ടും പഴയപടി പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പറ്റുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചോടിച്ച് നോക്കുക. ഒരുപാട് സ്പീഡ് എടുക്കണ്ട, പതിയെ വളരെ സ്പീഡ് കുറച്ച് തന്നെ നിങ്ങൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഹാൻഡിൽ വെട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ കാല് ലൈറ്റായിട്ട് നിലത്ത് കുത്തി തന്നെ ഓടിക്കുക. അപ്പോൾ ഇത്രയും സംഗതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എക്സ്പെർട്ടാകും. തീർച്ചയായിട്ടും ഈ വണ്ടി നിങ്ങൾ ആദ്യം ബിലീവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടാക്കുക. എന്നെക്കൊണ്ട് ഇത് ഓടിക്കാൻ പറ്റും, അല്ലെ ഇത് ഈസി ആയിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ബിലീവ് ചെയ്യുക. സമീപത്ത് ഉള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലേഡീസൊക്കെ വളരെ ഈസി ആയിട്ട് വലിയ 1000 cc ഒക്കെ ഉള്ള വലിയ ബൈക്കുകളും ഒക്കെ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അവരും ഇതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ അവർ ചെറിയ സൈക്കിളും അല്ലെങ്കിൽ ചെറിയ സ്കൂട്ടറുകളിലൊക്കെ ഇതുപോലെ പ്രാക്ടീസിന് ശേഷമാണ് അവർ ഒരു വലിയ ബൈക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഓടിക്കണ്ടേ? അപ്പം ലേഡീസ് മാത്രമല്ല, ജെൻസ് ആയാലും കേട്ടോ, എല്ലാവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ആദ്യം കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പേടി കളയുക, മനസ്സിൽ നിന്ന് പേടിയെടുത്ത് ദൂരെ കളഞ്ഞേക്കുക. 50% നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത്. ബിലീവ് ഇൻ യു, അതാണ് യു മെത്തേഡ്. അപ്പോൾ യു മെത്തേഡ് ഫോളോ ചെയ്യുക ആദ്യം. അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട,
ഹെൽമെറ്റ് റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക. അപ്പം ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീണ്ടും വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം റൈഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് തരണം. ഇതുപോലെ 100 വീഡിയോ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. റിവ്യൂസാണ് കൂടുതലും ചെയ്യുന്നത്, ബൈക്കിൻ്റെ അതുപോലെ സ്കൂട്ടറിൻ്റെ. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ വീഡിയോസ് ജസ്റ്റ് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അടിപൊളിക്കായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.